വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഒരു വൈകാരികമായ ലൈഫിലായിരിക്കാം, കരിയർ വൈസ് ആയിരിക്കാം. അപ്പോൾ ഇതൊരു പൈൽ റീഡിംഗ് ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 കാർഡ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ എനർജീസുമായിട്ട് ആ കാർഡ് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എന്തായാലും റീഡിങ്ങിലേക്ക് കിടക്കാം. Card number 1, card number 2 and card number 3. കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്തവർക്ക് ഇവിടെ ഒരു ബാലൻസിങ് എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഒരു ഇമോഷണൽ ബാലൻസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ വൈകാരികമായിട്ട് ഒരുപാട് ഡിസ്റ്റർബായ വ്യക്തികളൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ ബാലൻസ് തന്നെയാണ് ഇവിടെ വരുന്നത്. എല്ലാ കാര്യത്തിലെയും ഒരു മിതത്വം കൊണ്ടുവരാം. നിങ്ങൾ ചിലപ്പോൾ വൈകാരികമായിട്ട് ഒരുപാട് ഔട്ട് ബേഴ്സ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. സന്തോഷമായാലും സങ്കടമായാലും ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു മിതത്വം കൊണ്ടുവരാൻ പറ്റാത്ത പേഴ്സൺ ആണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വേറൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീക്ക്നെസ്സായി മനസ്സിലാക്കിയ പല കാര്യങ്ങളും നിങ്ങളുടെ സ്ട്രെങ്ത് ആയി മാറുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്കിവിടെ വരുന്നത്. നിങ്ങൾക്കുള്ള ഏതെങ്കിലും ഒന്നിൽ കൂടുതലുള്ള കഴിവ് യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ മേഖലയിലൊക്കെ കടക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയാസ് നിങ്ങൾക്ക് പെട്ടെന്ന് വർക്ക് ചെയ്യാനും, ചിലപ്പോൾ നിങ്ങൾക്കുള്ളൊരു ഐഡിയ നിങ്ങൾ മാറ്റിവെച്ച പല ഐഡിയാസ് ആയിരിക്കും അത്, അല്ലെങ്കിൽ കുറേ നാളായിട്ട് വേണോ വേണ്ടേ എന്ന് വിചാരിച്ച കാര്യമായിരിക്കും. അത് പെട്ടെന്നായിട്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അത് ഫിനാൻഷ്യൽ വൈസ് ആണ് കാണുന്നത്. കാർഡ് നമ്പർ 3 സെലക്ട് ചെയ്തവർക്ക് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ അതും ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ളൊരു എനർജി തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ചാരിറ്റി ഒക്കെ കൊടുക്കാനുള്ള അവസരം, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ. ചാരിറ്റി എന്ന് പറയുമ്പോൾ അത് പണമായിട്ട് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടോ എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ട് ഒരുപാട് നാൾ നടക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ആവുന്നതും അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് കാർഡ് നമ്പർ 1, 2 and 3 സെലക്ട് ചെയ്ത വ്യക്തികൾക്കുള്ള നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്ത കാർഡ് ഏതാണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക.